ഹലോ എവ്രി വൺ. ഇത് വെർജീനിയ വുൾഫിൻ്റെ എ റൂം ഓഫ് വൺസ് ഓൺ എന്ന് പറയുന്ന എസ്സേയുടെ കുറച്ചും കൂടി കണ്ടിന്യൂഷൻ ആയിട്ടുള്ളൊരു പാർട്ടാണ് ഈ വീഡിയോ. ഇതിൽ നമുക്കിതിൻ്റെ കീ ഫിഗേഴ്സ് ആരൊക്കെയാണെന്നും തീംസ് എന്താണെന്നും പിന്നെ ഇതിൽ ഈ എസ്സേയിൽ യൂസ് ചെയ്തിരിക്കുന്ന സിമ്പിൾസ് എന്താണെന്നും പിന്നെ യൂണിവേഴ്സിറ്റിക്ക് ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസിൻ്റെയും ചെറിയൊരു ഡിസ്കഷൻ പോലെയാണ് ചെയ്തിട്ടുള്ളത്. ആദ്യം കീ ഫിഗേഴ്സ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ്. ഇതിൽ വെർജീനിയ വുൾഫ് ആണ് ഈ എസ്സേ പ്രസൻറ്റ് ചെയ്യുന്നതെങ്കിൽ കൂടി ഇമാജിനറി നറേറ്ററിനെ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. ഈ മേരി ബീറ്റൺ, മേരി സീറ്റൺ ആൻഡ് മേരി കാർമൈക്കിൾ എന്ന് പറയുന്നതെല്ലാം തന്നെ നെറേറ്റേഴ്സിനെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് ചാപ്റ്ററിൽ പറയുന്നുണ്ട്, യു ക്യാൻ കോൾ മീ ബൈ എനി നെയിം യു പ്ലീസ്, ബി ഇറ്റ് മേരി ബീറ്റൺ, മേരി സീറ്റൺ ഓർ മേരി കാർമൈക്കിൾ. പക്ഷേ നമ്മൾക്ക് ചാപ്റ്റർ 4 ഒക്കെ ആകുമ്പോഴത്തേനും ഒരു ഇമാജിനറി ഓതറിനെ കാണാൻ പറ്റുന്നുണ്ട്. ആ ഓതറിന് കൊടുത്തിരിക്കുന്ന പേര് മേരി കാർമൈക്കിൾ എന്നായിരുന്നു. ലൈവ്സ് അഡ്വെഞ്ചേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ടൊരു ബുക്ക് എഴുതുന്ന ഒരു ഓതറിനെ കാണിച്ചിരിക്കുന്നത് ഈ മേരി കാർമൈക്കിൾ ആ പേരാണ്. പിന്നെ ജൂഡിത്ത് ഷേക്സ്പിയർ, അത് ഇമാജിൻഡ് സിസ്റ്റർ ഓഫ് വില്യം ഷേക്സ്പിയർ ആണ്. വില്യം ഷേക്സ്പിയറിനെ പോലെ തന്നെ ടാലൻ്റ് ഉള്ള, അതേപോലെ തന്നെ ജീനിയസ് ഉള്ള ഒരു സിസ്റ്ററായിട്ടാണ് കാണിക്കുന്നത്. ആൻഡ് വുൾഫ് എന്തിനാണ് ഈ ക്യാരക്ടറിനെ ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ടു ഷോ ഹൗ എ വുമൺ വിത്ത് ഈക്വൽ ടാലൻറ്റ് വുഡ് നോട്ട് ബി ഏബിൾ ടു അച്ചീവ് ദ സെയിം സക്സസ്. ടാലൻറ്റ് ഷേക്സ്പിയറിന് എത്ര ഉണ്ടെങ്കിൽ കൂടി അവൾക്ക് ഹൈറ്റ്സ് അച്ചീവ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ക്യാരക്ടറിനെ ക്രിയേറ്റ് ചെയ്യുന്നത്. വില്യം ഷേക്സ്പിയർ എന്ന് പറയുമ്പോഴത്തേനും ഒരു വലിയ കൊളോസൽ ഫിഗറായിട്ട് വളർന്നു. പക്ഷേ അതേ ടാലൻ്റ് ഉള്ള സിസ്റ്ററിൻ്റെ ആ ലൈഫ് എന്ന് പറയുന്ന ഒരു ട്രാജഡി ആയിരുന്നു. ഫസ്റ്റ് ഷീ വാസ് pressured by her own family into an early marriage. അങ്ങനെ when she was betrothed to a stranger, she eloped to London. and അവിടെ when she tried to pursue art, അവളുടെ ആ ടാലൻ്റ് ഒന്നും തന്നെ അവൾക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റിയില്ല. ആരും അക്കോമഡേറ്റ് ചെയ്തില്ല, ആ ഒരു സ്പേസ് കിട്ടിയില്ല. സോ she was used by the men in theater and finally eventually she kills herself. അപ്പോൾ അങ്ങനെ ഒരു ട്രാജിക് ലൈഫ് ലീഡ് ചെയ്യുന്ന ആളായിട്ടാണ് ജൂഡിത്ത് ഷേക്സ്പിയറിനെ കാണിക്കുന്നത്, ഇൻ കോൺട്രാസ്റ്റ് ടു ദ പ്രോസ്പെറസ് ലൈഫ് ലെഡ് ബൈ വില്യം ഷേക്സ്പിയർ. അപ്പോൾ അതാണ് ജൂഡിത്ത് ഷേക്സ്പിയറിനെ പറ്റി പറയാനുള്ളത്. ഇനിയുള്ളത് സിമ്പിൾസ് ആണ്. ഇതിൽ കാണാൻ പറ്റുന്ന ഫസ്റ്റ് സിമ്പിൾ എന്ന് പറയുന്നത് റൂം എന്ന് പറയുന്ന ആ ഹെഡിങ്ങിലൊക്കെ തന്നെ നമ്മൾ കാണുന്ന റൂം എന്ന് പറയുന്ന ഇമേജ് ആണ്. ആ ഇമേജ് ശരിക്കും ഇൻ്റലക്ച്വൽ ഫ്രീഡം എന്നുള്ളത് തന്നെയാണ് ആ റൂം കാണിക്കുന്നത്. ഇൻ്റലക്ച്വൽ ഫ്രീഡം. ട്രഡീഷണൽ വുമൺഹുഡിൽ ഒരു സ്ത്രീക്ക് അവർക്ക് സ്വന്തമായിട്ടൊരു റൂം ഓൺ ചെയ്യാനോ അതിലിരുന്ന് എഴുതാനോ ഒന്നും പറ്റത്തില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ വെർജീനിയ വുൾഫ് ഈ എസ്സേയിൽ കൂടി ഡിമാൻഡ് ചെയ്യുന്നത് യു ഷുഡ് ഓൺ എ റൂം ഓഫ് യുവർ ഓൺ എന്ന്. അത് ഇൻ്റലക്ച്വൽ ഫ്രീഡത്തിനെ കാണിക്കുവാണ്. ദെൻ വെർജീനിയ വുൾഫ് പറയുന്നുണ്ട്, പല സ്ത്രീകളും അവർക്ക് ഒരുപാട് ആർട്ടിസ്റ്റിക് പൊട്ടൻഷ്യലോ കേപ്പബിലിറ്റീസ് ഒക്കെ ഉണ്ടായിരുന്നവരായിരുന്നു. പക്ഷെ അവരൊക്കെ ആ ഒരു ബിസി ഫാമിലി സ്പേസിൽ അല്ലെങ്കിൽ ആ ലൈഫ്, അങ്ങനത്തെ ഒരു ബിസി ലൈഫിൽ അങ്ങ് ഡിപ്പെൻഡൻ്റ് ആയി പോയത് കൊണ്ടാണ് അവർക്ക് അവരുടെ തന്നെ ക്രിയേറ്റിവിറ്റിയെ മാക്സിമം എക്സ്പ്രസ് ചെയ്യാൻ പറ്റാതിരുന്നത്. സോ ഷീ സീസ് എ റൂം ഓഫ് വൺസ് ഓൺ ആസ് റെപ്രസെൻറ്റിംഗ് ദ need of future women writer if they have to create their own literary legacy. അപ്പോൾ room is a symbol of intellectual freedom. and then ഓക്സ്ബ്രിഡ്ജ് എന്ന് പറയുന്നത് മെൻസ് യൂണിവേഴ്സിറ്റി ആണ്, ഓക്സ്ഫോർഡ് പ്ലസ് കേംബ്രിഡ്ജ്. അല്ലാതെ ഇതൊരു റിയൽ യൂണിവേഴ്സിറ്റി ഒന്നുമല്ല, ഫിക്ഷണൽ യൂണിവേഴ്സിറ്റി ആണ്. അത് മെന്നിൻ്റെ ആ ഒരു പവറിനെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഓക്സ്ബ്രിഡ്ജ്. ആൻഡ് ദെൻ 10 shilling നോട്ട് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ കണ്ടതാണ്. ദിസ് ലേഡി മേരി ബീറ്റൺ, ഷീ ഗോസ് ടു ഹാവ് എ ഫോർമൽ ലഞ്ച്. അവിടെ ഷീ പേസ് ദ ബിൽ വിത്ത് ഹെർ ഓൺ മണി. അപ്പോൾ അവൾ സ്വന്തമായിട്ട് പൈസ ഉള്ളതിൻ്റെ ഐ ഓൺ ദിസ് മണി എന്നൊരു പ്രൗഡായിട്ടാണ് ആ മണി ബില്ല് പേ ചെയ്യുന്നത്. അതാണ് 10 shilling നോട്ട് എന്ന് പറയുന്നത്.
അപ്പോൾ അതും അവരുടെ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസിനെ കാണിക്കുകയാണ്. പിന്നെ ഈ ഇതിൽ പറയുന്ന ലാസ്റ്റ് ചാപ്റ്ററിൽ വെർജീനിയ വുൾഫ് ആയിട്ട് തന്നെ ഈ ക്രൗഡിനെ അഡ്രസ്സ് ചെയ്യുമ്പോൾ അവർ പറയുന്നുണ്ട് യു ഷുഡ് ഏൺ 500 a year. അപ്പോൾ ആ 500 a year എന്നുള്ളതും ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയുടെ അല്ലെ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസിൻ്റെ ഒരു സിമ്പലായിട്ട് പറയാം. സോ ഇത്രയാണ് ഇതിൽ കോമൺ ആയിട്ട് കാണുന്ന സിമ്പിൾസ്. പിന്നെയും കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ടൊക്കെ പോകുമ്പോൾ ലൈറ്റ് ഒക്കെ സിമ്പിളായിട്ട് വരുന്നുണ്ട്. പക്ഷെ അത് വേണ്ട. റൂം, ഓക്സ്ബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി, ദെൻ 10 shilling നോട്ട്, പിന്നെ ലാസ്റ്റിൽ പറയുന്ന ആ 500 shillings a year എന്നുള്ളത്. ഇത്രയാണ് ഇതിൽ സിമ്പിൾസ്. മൂവിങ് ടു തീംസ്. ഇതുവരെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെയാണ്. ഫിനാൻഷ്യൽ ആൻഡ് ഇൻ്റലക്ച്വൽ ഫ്രീഡം. ഫിനാൻഷ്യൽ ഫ്രീഡവും വേണം, ഇൻ്റലക്ച്വൽ ഫ്രീഡവും വേണം. ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറയുന്ന അവർ പറയുന്ന 500 shillings a year ഏൺ ചെയ്യണം. ഇൻ്റലക്ച്വൽ ഫ്രീഡത്തിനെ കാണിക്കാൻ ആ റൂം ഓഫ് വൺസ് ഓൺ ആണ് പറയുന്നത്. അപ്പോൾ അതിനെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയണം. ദെൻ വിമൻ ആൻഡ് സൊസൈറ്റി. വിമൻ ആൻഡ് സൊസൈറ്റിയെ വെർജീനിയ വുൾഫ് പ്രസൻറ്റ് ചെയ്യുന്നത് ഒരു കോൺഷ്യസ്ലി അല്ലെങ്കിൽ ഡെലിബറേറ്റ്ലി ടിൽറ്റഡ് ഇൻ ഫേവർ ഓഫ് മെൻ. പുരുഷന് വേണ്ടി ഇങ്ങനെ ആ പുരുഷന് വേണ്ടിയിട്ട് അവരെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ഒരു കോൺസെപ്റ്റ് ആയിട്ടാണ് സൊസൈറ്റിയെ കാണുന്നത്. ഇതിന് തന്നെ ജൂഡിത്ത് ഷേക്സ്പിയറിന്റെ ഇവന്റ് ഇതിന് എക്സാമ്പിൾ ആണ്. ദെൻ ഓക്സ്ബ്രിഡ്ജ് ഇവിടെയും എക്സാമ്പിൾ ആണ്. ഓക്സ്ബ്രിഡ്ജ് എക്സാമ്പിൾ ആവുന്നത് എങ്ങനെയാണ്? അത് മെൻസ് യൂണിവേഴ്സിറ്റി ആണ്. അവർ അത്രയും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നു. പക്ഷെ വിമൻ ആർ നോട്ട് പെർമിറ്റഡ് ടു ഗോ സച്ച് പ്രസ്റ്റീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നുള്ളത്. ദെൻ ലൈബ്രറി യൂസ് ചെയ്യുന്ന കാര്യം പറയുന്നത്, ഒരു മെയിൽ കൂടെ ഇല്ല എന്നുണ്ടെങ്കിൽ ലേഡി കെ നോട്ട് ആക്സസ് എ ലൈബ്രറി. അപ്പം അതും ഒരു സൊസൈറ്റിയുടെ ഒരു പ്രശ്നമായിട്ട് തന്നെയാണ് പറയുന്നത്. ആൻഡ് ദെൻ ജൂഡിത്ത് ഷേക്സ്പിയർ എന്ന് പറയുന്ന റൈറ്ററിനെ അംഗീകരിക്കുമ്പോഴും ജൂഡിത്ത് ഷേക്സ്പിയർ എന്ന് പറഞ്ഞാൽ ഈക്വലി ടാലന്റഡ് ആയിട്ടുള്ള ലേഡിയെ അക്സെപ്റ്റ് ചെയ്യാൻ സൊസൈറ്റി തയ്യാറല്ലായിരുന്നു. അവളെ ഏർലി മാരേജിലോട്ട് തള്ളിവിടുന്നത്, അതേപോലെ തന്നെ അവരുടെ ലക്ക് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്, അവരുടെ ഫോർച്യൂൺ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് തിയേറ്റർ അറ്റംപ്റ്റ് ചെയ്യുമ്പം അവിടെ ഉള്ളവർ തന്നെ ബുദ്ധിമുട്ടിക്കുന്നത്, അവിടെ ഒന്നും അവള് അക്സെപ്റ്റഡ് ആവുന്നില്ല. പിന്നെ ആ 3rd ചാപ്റ്ററിൽ പറയുന്നുണ്ട് ഷേക്സ്പിയർ ഹാഡ് ആൻ ഇൻകാൻഡസെന്റ് ആൻഡ് അൺഹിൻഡേർഡ് മൈൻഡ് എന്ന്. അൺഹിൻഡേർഡ് അല്ല, അൺഇംപെൻഡഡ് മൈൻഡ് എന്ന് പറയുന്നുണ്ട്. പക്ഷെ അത്രയും തന്നെ ഈക്വലി ടാലന്റഡ് ആയിട്ടുള്ള ജൂഡിത്ത് ഷേക്സ്പിയറിന് അങ്ങനെ അവരുടെ ടാലന്റിനെ അല്ലെങ്കിൽ മൈൻഡിനെ ഇൻകാൻഡസെന്റ് ആയിട്ട് വിടാൻ സൊസൈറ്റി സമ്മതിച്ചില്ല. ബിക്കോസ് അന്നത്തെ സൊസൈറ്റി സ്ത്രീകളെ അല്ലെങ്കിൽ ഇങ്ങനെ ക്രിയേറ്റീവ് ടാലൻസ് ഉള്ള സ്ത്രീകളെ കൺസിഡർ ചെയ്തിരുന്നത് പ്രോസ്റ്റിറ്റ്യൂട്ട്സ് ആയിട്ടും ഔട്ട്കാസ്റ്റ് ആയിട്ടും ഒക്കെ ആയിരുന്നു. അപ്പോൾ ഫൈനലി ഇവര് ഇത്രയും സഫർ ചെയ്യുമ്പം സൊസൈറ്റി ഇത്രയും ക്രൂവലി ബിഹേവ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവർക്ക് സൂയിസൈഡിലൊക്കെ എൻഡപ്പ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അതാണ് സൊസൈറ്റിയുടെ ഇമ്പാക്ട് ഓൺ വിമൻ റൈറ്റേഴ്സ് ഡ്യൂറിങ് ദി 16th century. ദെൻ പിന്നത്തെ തീം എന്ന് പറയുന്നത് ക്രിയേറ്റിംഗ് എ ലെഗസി ഓഫ് വിമൻ റൈറ്റേഴ്സ്. നമ്മൾ ചാപ്റ്റർ 5 കാണുന്നതാണ്. ഈ നെറേറ്ററിനെ ഒക്കെ മാറ്റി നിർത്തിയിട്ട് വെർജീനിയ വുൾഫ് തന്നെ ആ ഒരു ഗ്യാതറിംഗിലെ വിമൻ റൈറ്റേഴ്സിനോട് പറയുന്നത് യു ഷുഡ് ഓൺ 500 shillings a year and you should have your own room. And അങ്ങനെയാണെങ്കിൽ വൺസ് ഇനി വരുന്നൊരു സമയത്ത് ഫ്യൂച്ചറിൽ there can be a real ജൂഡിത്ത് ഷേക്സ്പിയർ ഉണ്ടായി അങ്ങനെ വരാം. സോ നിങ്ങൾ അങ്ങനെ ഒരു സ്ട്രോങ് ലെഗസി ഓഫ് വിമൻ റൈറ്റേഴ്സിനെ വാർത്തെടുക്കാൻ വേണ്ടിയിട്ട് യു സ്റ്റാർട്ട് ഫ്രം യുവർ സെൽഫ് എന്ന് പറയുന്നുണ്ട്. ഇത് ചാപ്റ്റർ 5 കാണാൻ പറ്റുന്നതാണ്, ക്രിയേറ്റിംഗ് എ ലെഗസി ഓഫ് വിമൻ റൈറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇത്രയാണ് തീംസ്. ഇനിയുള്ളത് യൂണിവേഴ്സിറ്റിക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യനായിട്ട് എനിക്ക് ഫീൽ ചെയ്തതാണ്. ഒന്ന്, ഈ റൂം, വാട്ട് ഡസ് ദ റൂം സിംബലൈസ് എന്നുള്ളത്. പിന്നെ സിംബൽസ് ഇൻ പെർട്ടിക്കുലർ ആയിട്ട് തന്നെ ചോദിക്കാം, റൂം എന്ന് മാത്രം എടുത്ത് ചോദിക്കാതെ വാട്ട് ആർ ദ സിംബൽസ് ദാറ്റ് യു ക്യാൻ ഫൈൻഡ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ദ റൂം ഈസ് എ സിംബൽ, ദെൻ 10 shillings ആൻഡ് 500 shillings അതൊരു സിംബലാണ്, ആൻഡ് ദെൻ ഓക്സ്ബ്രിഡ്ജ് ഒരു സിംബലാണ്. ഇത്രയാണ് സിംബൽസ് ഉള്ളത്. Then next question, how does Virginia Woolf outline the prerequisites for literary production? Prerequisite എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇൻ അഡ്വാൻസ് വേണ്ടുന്ന കാര്യങ്ങൾ, നെസസറി കണ്ടീഷൻസ് അല്ലെങ്കിൽ പ്രീ കണ്ടീഷൻസ് എന്തൊക്കെയാണ്. ഇഫ് യു ഹാവ് ടു
പ്രൊഡ്യൂസ് സം ലിറ്ററേച്ചർ. എന്തൊക്കെയാണ് നിങ്ങൾക്ക് നേരത്തെ വേണ്ടുന്ന മുന്നുപാധികൾ അല്ലെങ്കിൽ നേരത്തെ വേണ്ടുന്ന വസ്തുക്കൾ എന്തൊക്കെയാണെന്ന്. അതെന്തൊക്കെയാണെന്ന് ചോദിക്കുമ്പോൾ ഇതിൻ്റെ ഒരു സമ്മറി പോലെ തന്നെയാണ് എഴുതേണ്ടുന്നത്. ആൻഡ് യു ഹാവ് ടു മെൻഷൻ ഇൻ ദ ഫസ്റ്റ് പാരഗ്രാഫ് ഇറ്റ് സെൽഫ് എന്തൊക്കെയാണ് ഈ റൂം ഓഫ് വൺസ് ഓണും മണി ഓഫ് വൺസ് ഓൺ എന്നുള്ളൊരു കാര്യം. അത് രണ്ടും ഫസ്റ്റ് പാരയിൽ തന്നെ പറയണം. എന്നിട്ട് വേണം നിങ്ങൾ മറ്റേ സമ്മറിയിലോട്ട് വരാൻ. നറേറ്ററിനെ പറ്റി പറയുന്നതൊക്കെ പിന്നീടായിരിക്കണം. സെൻട്രൽ ആർഗ്യുമെന്റ് ഇന്നതാണ് എന്ന് ആദ്യം തന്നെ പറയാൻ ഓർക്കണം. സോ ദാറ്റ് ഇസ് ഇറ്റ്. ഇത്രേ ഉള്ളൂ എനിക്ക് തോന്നുന്നത്. പിന്നുള്ളത് ഈ നെറേറ്റേഴ്സിന്റെ ഒരു ക്വസ്റ്റ്യൻ വേണമെങ്കിൽ ചോദിക്കാം. അപ്പൊ നിങ്ങൾ പറയേണ്ടത് ആ 3 മേരിയും മൂന്ന് മേരിയെ പറയണം. ദെൻ ജൂഡിത്ത് ഷേക്സ്പിയറിനെ പറയണ്ട, അതൊരു നെറേറ്റർ അല്ല. അത്രേ ഉള്ളൂ ഇതൊന്ന് ചോദിക്കാൻ സാധ്യത ഉള്ള ക്വസ്റ്റ്യൻസ്. ഇനി സൊസൈറ്റിയുടെ ഇമ്പാക്ട് ഓൺ വിമൻ റൈറ്റേഴ്സ് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ പറഞ്ഞ സൊസൈറ്റി ആൻഡ് വിമൻ എന്ന് പറഞ്ഞ് ഇപ്പോൾ നമ്മളൊരു തീം പറഞ്ഞില്ലേ, അതിനെ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ അറിയണം. കൂടുതൽ അറ്റൻഷൻ കൊടുക്കേണ്ടത് ഓക്സ്ബ്രിഡ്ജിനും പിന്നെ ലൈബ്രറി ഇൻസിഡൻറ്റിനും പിന്നെ ജൂഡിത്ത് ഷേക്സ്പിയറിനും ആണ്. ഇത്രയും വെച്ചിട്ട് വേണം ആ വിമൻ ആൻഡ് സൊസൈറ്റി എന്നുള്ളൊരു കാര്യം പറയാൻ. പിന്നെ ആ ഷേക്സ്പിയറിന്റെ മൈൻഡ്, ഇൻകാൻഡസെന്റ് ആൻഡ് അൺഇംപെൻഡന്റ് മൈൻഡ് എന്നുള്ളത് ഇതിനകത്തിലൊരു കോട്ടാണ്. സോ അത് ഡബിൾ ഇൻവെർട്ടഡ് കോമയിൽ ഇട്ടിട്ട് വേണം നിങ്ങളത് യൂസ് ചെയ്യുവാണെങ്കിൽ യൂസ് ചെയ്യാൻ. സോ ഇത്രേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ഒന്നും കൂടി പറഞ്ഞു തരണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഒന്നുകൂടി പറഞ്ഞു തരാം. ഓക്കെ, താങ്ക് യു.